ഒറ്റ ഫ്രെയിമിൽ നമ്മളെ മോഹൻലാലും അതേപോലെ രജനീകാന്തും ഷാറൂഖ് ഖാനും ഒന്നിക്കുന്ന ഒരു സീന് വരാൻ പോവാണ്. അതെ, നമ്മൾ ഇന്ന് പറയാൻ പോണത് നെൽസൺ ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗത്തിനെ കുറിച്ചാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. 2023 തമിഴിൽ ഇറങ്ങിയ ഏറ്റവും ബിഗ്ഗസ്റ്റ് പടമായിരുന്നു ജയിലർ 600-ലധികം കോടി കളക്ട് ചെയ്തിട്ട് തിയേറ്റർ വിട്ട ഒരു പടമാണ് ജയിലർ എന്ന പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2023 ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു പടം കൂടിയായിരുന്നു. പടത്തിൽ ഒന്നും പറയാനില്ല, ഇതിൽ വന്നവരും പോയവരും കത്തിച്ച പടമാണ് ജയിലറിൽ അനിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയണം. ഈ പടത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതും അനിരുദ്ധ് തന്നെയാണ്. പടം 40% കഥ സ്ക്രിപ്റ്റ് പരിപാടി പോവുകയാണെങ്കിൽ ബാക്കി 60% അനിരുദ്ധിനെ ഏൽപ്പിച്ചിട്ടാണ്. അനിരുദ്ധ് ഓരോ സീനിനും കൊടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വമ്പൻ പരിപാടികളായി. അപ്പോൾ ജയിലറിന്റെ രണ്ടാം ഭാഗം വരാൻ പോവാണ്. ജയിലറിന്റെ രണ്ടാം ഭാഗം 2026 ഓഗസ്റ്റിലായിട്ടാണ് റിലീസ് ആവാൻ പോണത്. അപ്പോൾ ആ സിനിമയെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുത്തുവേൽ പാണ്ഡ്യന്റെ രണ്ടാം വരവിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇക്കൊല്ലം പറഞ്ഞ പോലെ ഓഗസ്റ്റിലാണ് പടം റിലീസ് ആവാൻ പോണത്. റൂമറാണ്, കൺഫേം ഡേറ്റ് ഒക്കെ ഉടനെ. ജയിലറിൽ നമ്മളെ രജനീകാന്തിനൊപ്പം ഇപ്രാവശ്യം ഒരുപാട് ക്യാമിയോസ് ആണ് വരുന്നത്. ഒരുപാട് പറഞ്ഞാൽ കുറെ ക്യാമിയോസ് ഉണ്ട്. ഇതൊക്കെ പടം എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നൊക്കെ നമുക്ക് കണ്ടറിയണം. നെൽസൺ എന്തോ വലുതായിട്ട് പണി വെക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഷാറൂഖ് ഖാൻ ഉണ്ട് ഈ പടത്തിൽ. ഷാറൂഖ് ഖാൻ ഈ പടത്തിലുണ്ട്. ഷാറൂഖ് ഖാന്റെ 5 ദിവസത്തെ ഷൂട്ടിംഗ് ആണ്, 5 ദിവസത്തെ സീന്, 5 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഷാറൂഖ് ഖാൻ ഉള്ളത്. ഷാറൂഖ് ഖാൻ അതിൽ പോലീസ് ഓഫീസർ ആയിട്ടാണ് വരാൻ പോകുന്നത്. നമ്മളെ മുത്തുവേൽ പാണ്ഡ്യന്റെ ഹെഡ് ആയിട്ടാണ് ഇതിൽ ഷാറൂഖ് ഖാൻ വരാൻ പോകുന്നതാണ് നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്. ഇനി കിട്ടുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഇത് ക്യാമിയോ ലിസ്റ്റിലേക്ക് പോകാം. ക്യാമിയോസ് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ സാറ്, ഷാറൂഖ് ഖാൻ, അതേപോലെ ശിവരാജ് കുമാർ, തെലുങ്കിൽ നിന്ന് ബാലയ്യ, ഹിന്ദിയിൽ നിന്ന് വിദ്യ, പിന്നെ ജാക്കി ഷെറോഫ്, അതേപോലെ തമിഴിൽ നിന്ന് വിജയ് സേതുപതി. മലയാളത്തേക്ക് വരികയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ഒരു 3-4 ആൾക്കാരുണ്ട്. സുരാജ് വെഞ്ഞാറും കൂടെ ഈ പടത്തിലുണ്ടെന്ന് കൺഫേം ആണ്. അതേപോലെ മോഹൻലാൽ ഓൾസോ കൺഫേം ആണ്. വിനായകനും ഈ പടത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വിനായകൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഫ്ലാഷ് ബാക്ക് ആയിരിക്കും, കാരണം വിനായകൻ ഡെഡ് ആയതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഡെഡ് തന്നെ ആവും. പിന്നെ എടുത്തു പറയേണ്ടത് റൂമറാണ്, ഫഹദ് ഫാസിലും ജയിലർ 2 ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ട് ഈ പടത്തില് വില്ലൻ ആരാണെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. കാരണം ഓപ്പോസിറ്റ് വില്ലൻ അത്രയും പവർഫുൾ ആയാൽ മാത്രമേ ആ പടം അത്രയും ഹിറ്റോ പടം ഒന്നും ഓണാവുള്ളൂ. വില്ലൻ ഒപ്പത്തിനൊപ്പം നിൽക്കണം കഴിച്ചു, എന്നാലേ പടത്തിനൊരു പവർ ഉണ്ടാവുള്ളൂ, അല്ലെ? കെയ്നയിൽ വിനായകനൊക്കെ ചെയ്തു വെച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. വിനായകന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആയിരുന്നു ജയിലറിലെ പെർഫോമൻസ്. അപ്പോൾ അതേപോലെ ഇതിൽ മിക്കവാറും വില്ലനായി വരാൻ പോണത് മലയാളത്തിൽ നിന്ന് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ സുരാജ് ഏട്ടനുണ്ട്, തമിഴിൽ നിന്നും പറഞ്ഞ പോലെ വിജയ് സേതുപതി ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഫഹദ് ഫാസിലും അവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു കിടിലൻ വില്ലനും പടത്തിൽ അത്യാവശ്യമാണ്. പിന്നെ ഒന്ന് ഓർക്കണം, അന്നെല്ലാവരും താത്തിക്കെട്ടിയ നെൽസൺ ആണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർസിന്റെ ഡേറ്റ് വാങ്ങി ഇരിക്കുന്നത്. അടുത്ത പടം പ്രോമിസിങ് പ്രൊജക്റ്റ് ആണ്. അടുത്ത നമ്മളെ കമൽഹാസനും രജനീകാന്തും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കണ പടമാണ്. അപ്പോൾ ബീസ്റ്റ് എന്ന പടത്തിന് ശേഷം നേരെ ഗ്രാഫ് താഴത്തേക്ക് പോയ ചങ്ങായിയാണ് നെൽസൺ. അപ്പോൾ നെൽസന്റെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് ആയിരുന്നു ജയിലറിലൂടെ വന്നത്. ഇനി ജയിലർ 2 വരാൻ പോവാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ ചെയ്യുക.